നമുക്കൊരു കിഡിലൻ പെർഫോമൻസ് റൗണ്ടുമായിട്ട് നമ്മുടെ ജഗത് എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ഹായ് സർ, സുഖാണോ? അതെ അതെ സുഖം. ഇതാണ് ജഗത് പൂജ്യൻ. സാധാരണ ജഗത് കിഷോറാണ്. ജഗത് പൂജ്യൻ എന്ന് പറഞ്ഞാൽ ഈ ലോകം മൊത്തം പൂജിക്കുന്ന ആളെന്ന് അർത്ഥം. അങ്ങനെ ആവണോ? ആക്കും. ആക്കേ പറ്റൂ. ഇവിടെ ഏട്ടൻ വന്നിട്ടുണ്ടല്ലേ? കുറച്ച് പേര് വന്നിട്ടുണ്ട് അല്ലേ? ചേട്ടൻ മാത്രമല്ലല്ലോ, വേറെ ആരൊക്കെയാ? അച്ഛനും വന്നിട്ടുണ്ട്, അമ്മാവിയും വന്നിട്ടുണ്ട്, അമ്മയുണ്ട്. അമ്മയുണ്ട്. ഓക്കെ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അതായത് ഏട്ടൻ ഇവിടെ വന്നിരുന്നു, പല ഫ്ലവേഴ്സിന്റെ ഓഡിഷനും വന്നിരുന്നു. പക്ഷെ ശബ്ദം മാറിയ സമയമായതുകൊണ്ട് അത് ശരിക്കും പാടാൻ പറ്റിയില്ല. ആ ചേട്ടനാണ് ഈ ചേട്ടൻ. ഹായ് ഹായ്. പേര് നന്ദകിഷോർ. നന്ദകിഷോർ ഇവിടെ മുന്നേ വന്നിട്ടുണ്ട് അല്ലേ? ടോപ്പ് സിംഗറില് മുന്നേ വന്നിട്ടുണ്ട്. അതിന്റെ കുറച്ച് കഥകൾ ഇവൻ എന്നും വരുമ്പോ പറയാറുണ്ട്. നന്ദകിഷോരാ, രണ്ട് ലൈൻ നമുക്കായി. 2 ലൈൻ ഏതെങ്കിലും പാട്ട്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല ബ്യൂട്ടിഫുൾ. ഏട്ടന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നല്ല അടിയുണ്ടോ? അടി ഇല്ല ഇല്ല, അടിയൊന്നുമില്ല. അടിയൊന്നുമില്ല. ഇല്ല ഇല്ല. ഭയങ്കര സമാധാനാ? അതെ. ആണോ? ചേട്ടനോട് ചോദിച്ചു നോക്ക്. ശരിയാണോ? കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു വ്യത്യാസം? എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതെന്താ വെച്ചാല് ഇവൻ എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോ ഇവൻ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കും. അല്ല, അപ്പൊ ഇവർക്ക് ഹിന്ദി കിട്ടിയല്ലോ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനുണ്ട് ഇവർ ഓടി വരും. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അവനെന്താ ചെയ്യാറ്? അവൻ എന്തെല്ലോ ചെയ്യും. നീ ഭയങ്കര കുറുമ്പനാണോ? അല്ല, വെറുതെ പറയുന്നതാണ്. ആരാണ് വെറുതെ പറയുന്നതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. നമ്മുടെ വില്ലയിൽ പോയിട്ട് പല ഡോറുകളിലും പോയിട്ട് ടക്ക് ടക്ക് എന്ന് നോക്ക് ചെയ്യാറില്ലേ, എന്നിട്ട് ഓടിക്കളയാറില്ലേ? അപ്പൊ അത് കുറുമ്പല്ലേ? അതെ, എക്സ്ട്രീം ചെറുങ്ങനെ. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ആഴിത്തിര തന്നിൽ വീണാലും. സിനിമ ഭാഗ്യദേവത, മ്യൂസിക് ഇളയരാജ സാറ്, പാടിയത് കാർത്തിക് സാർ, എഴുതിയത് വയലാർ ശരത്ചന്ദ്രവർമ്മ സാർ, വർഷം 2006. ഇത് എഴുതിയത് വയലാർ അണ്ണനാണ്. ഞാൻ വയലാർ അണ്ണൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും എന്നോട് ദേഷ്യ. കാരണം എന്താ പറഞ്ഞാൽ വയലാർ സാറിനെ അണ്ണൻ എന്ന് വിളിക്കുമോ? അതല്ല, ശരത്തണ്ണൻ എന്റെ അണ്ണനാണ്, അതുകൊണ്ടാണ് വയലാർ ശരത്തണ്ണ നമസ്കാരം. അദ്ദേഹത്തിന്റെ വളരെ നല്ലൊരു പാട്ടാണിത് അല്ലെ, ഇളയരാജ സാറിന്റെ അല്ലെ. അതുപോലെ കാർത്തികിനെ ആദ്യമായിട്ട് മലയാള സിനിമയിൽ പാടിപ്പിക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അകലെ എന്നുള്ള ആ പാട്ട് അത് എല്ലാ കാലവും ഓർക്കുന്നു. കാർത്തിക് ഇസ് എ വണ്ടർഫുൾ സിംഗർ, വണ്ടർഫുൾ മ്യൂസീഷ്യനുമാണ്, മ്യൂസിക് കമ്പോസറാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ജഗത് കിഷോർ. താങ്ക് യു. ഈ പാട്ടില് ചെറിയൊരു മെമ്മറി ഉണ്ട്, ഒരു അബദ്ധം പറ്റിയ ഒരു മെമ്മറി. അത് ഞാൻ പാടി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്നെ ഓർമ്മിപ്പിക്കണം. ഉറപ്പായിട്ടും ഞാൻ ഓർമ്മിപ്പിക്കും. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ആഴിത്തിര തന്നിൽ വീണാലും വിടരുന്നുണ്ടെന്നാലും സന്ധ്യ നീ സുന്ദരിയായി, സൂര്യൻ തിരിമങ്ങിപ്പോയാലും തളരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയായി. ആഴിത്തിര തന്നിൽ വീണാലും വിടരുന്നുണ്ടെന്നാലും സന്ധ്യ നീ സുന്ദരിയായി, സൂര്യൻ തിരിമങ്ങിപ്പോയാലും തളരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയായി. ഇതു നേരല്ലേ മാളൂരെ ചൊല്ല്, ഇവളെന്നെന്നും മാറ്റേറും പൊന്ന്.
മാർക്ക് കേക്കാം. കേക്കാം. പേടിയുണ്ടോ? ചെറുങ്ങനെ. ആര്യ ചേച്ചി, അവന് Yes. ചെറുങ്ങനെ പേടിയുണ്ട് മാർക്ക് കേൾക്കാന്ന് പറഞ്ഞു. അത് അതിട്ടോ. പേടിയുണ്ട്. അപ്പൊ ഞാൻ ഹാർട്ട് ബീറ്റിന്റെ ശബ്ദം. ഇടും. 99 ആണോ? അറിയില്ല, നിങ്ങളെ പറയണ്ടേ. 98 ആണോ? അറിയില്ല. 97 ആണോ? എടാ ഇനി അങ്ങ് എനിക്കറിയില്ല. കുറഞ്ഞു പോട്ടോ. 90 Yes, it is 97 out of 100 for Jagat.